കൊല്ലം നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയഭാഗത്തുള്ള ആ കൂറ്റൻ വായനശാലയിലേക്ക് കണ്ണും മനസ്സും പോകാത്തവരായി ആരുമുണ്ടാകില്ല. അവയുടെ ചുവരുകൾക്ക് ഒരു കഥ പറയാനുണ്ട്. പതിനായിരക്കണക്കിന് പുസ്തകങ്ങളുടെ മണമുള്ള അറിവിൻ്റെ ആ വലിയ ലോകം പണിതുയർത്തപ്പെട്ടത് കല്ലും സിമന്റും കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സിനിമാ പ്രേമം കൊണ്ടുണ്ടാക്കിയ ലാഭം കൊണ്ടാണ്. ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ ആ പണം കൊണ്ട് പുതിയ വീടോ കാറോ വാങ്ങുന്ന നിർമ്മാതാക്കൾക്കിടയിൽ തൻ്റെ ലാഭം മുഴുവൻ ഒരു സംസ്കാരത്തിനായി, ഒരു നാടിനായി ദാനം ചെയ്ത ആ വലിയ മനുഷ്യനെ ലോകം വിളിച്ച പേരാണ് അച്ചാണി രവി. കഥ തുടങ്ങുന്നത് കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തിൻ്റെ പ്രതാപകാലത്താണ്. കശുവണ്ടി രാജാവ് എന്നറിയപ്പെട്ടിരുന്ന വെണ്ടർ കൃഷ്ണപിള്ളയുടെ 5ാമത്തെ മകനായി ജനിച്ച കെ രവീന്ദ്രനാഥൻ നായർക്ക് ബിസിനസ് രക്തത്തിലുണ്ടായിരുന്നു. പക്ഷേ കശുവണ്ടി ഫാക്ടറികളിലെ കണക്ക് പുസ്തകങ്ങളെക്കാൾ അദ്ദേഹത്തെ ആകർഷിച്ചത് സാഹിത്യവും കലയുമായിരുന്നു. ആ പാഷനാണ് 1967 ജനറൽ പിക്ചേഴ്സ് എന്ന വിപ്ലവകരമായ ബാനറിന് ജന്മം നൽകിയത്. 1967 ജനറൽ പിക്ചേഴ്സ് എന്ന ബാനറിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവേശം. എന്നാൽ 1973 ആ നിർണായകമായ വഴിത്തിരിവ്. എ വിൻസെന്റ് സംവിധാനം ചെയ്ത അച്ചാണി എന്ന ചിത്രം കേരളത്തിലുടനീളം വൻ തരംഗമായി മാറി. തിയേറ്ററുകളിൽ പണമൊഴുകി. അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയൊരു തുക ലാഭമായി രവിയുടെ കൈകളിലെത്തി. അവിടെയാണ് രവി എന്ന മനുഷ്യൻ ചരിത്രം കുറിച്ചത്. തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താനല്ല, മറിച്ച് കൊല്ലത്തെ ജനതയ്ക്ക് അറിവ് പകരാൻ ഒരു വായനശാല പണിയാനാണ് അദ്ദേഹം ആ പണം നീക്കിവെച്ചത്. ആ വലിയ മനസ്സിനുള്ള ആദരവായാണ് കൊല്ലം പബ്ലിക് ലൈബ്രറിയും സോപാനം ഓഡിറ്റോറിയവും ഇന്നും തല ഉയർത്തി നിൽക്കുന്നത്. എന്നാൽ അച്ചാണി രവിയുടെ യഥാർത്ഥ സംഭാവന മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചു എന്നതായിരുന്നു. പണം ലക്ഷ്യം വെച്ച് സിനിമ പിടിക്കുന്ന കാലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ തുടങ്ങിയ പ്രതിഭകൾക്ക് തങ്ങളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഒരു ബ്ലാങ്ക് ചെക്ക് നൽകി. എലിപ്പത്തായം കാൻ ചലച്ചിത്രമേളയിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ തമ്പ്, കുമ്മാട്ടി, മുഖാമുഖം തുടങ്ങിയ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക്കുകളായി മാറി. താൻ നിർമ്മിക്കുന്ന സിനിമകൾ ഒരിക്കലും വികലമാകരുത് എന്ന അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് മലയാള സിനിമയുടെ സുവർണകാലത്തിന് അടിത്തറ പാകിയത്. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ കൊല്ലത്തെ ആ വായനശാലയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്ന ഓരോ കുട്ടിയും അറിഞ്ഞോ അറിയാതെയോ കടപ്പെട്ടിരിക്കുന്നത് ആ വലിയ മനുഷ്യനോടാണ്.